നമസ്കാരം. നിളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിന്നും വിജയിക്കുന്ന കോൺഗ്രസുകാരെ ബി.ജെ.പി. കൂടെ കൂട്ടുമെന്നതാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്ന് മന്ത്രി എം.പി. രാജേഷ്. കോൺഗ്രസിൽ നിന്നും ആര് എപ്പോൾ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയാണെന്നും എം.പി. രാജേഷ് പരിഹസിച്ചു. പരുതൂരിൽ എൽ.ഡി.എഫ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.പി. രാജേഷ്. കോൺഗ്രസിലെ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബി.ജെ.പിയിൽ പോയതിൽ തെറ്റ് കാണാത്തവരാണ് കോൺഗ്രസുകാർ. ഇക്കാര്യം ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കിയതാണ്. കോൺഗ്രസിൽ നിന്നും വിജയിച്ചു വരുന്നവരെ ബി.ജെ.പിയിലേക്ക് കൊണ്ടുപോകുമെന്നതാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്നും എം.പി. രാജേഷ് സൂചിപ്പിച്ചു. അനിൽ ആന്റണിയും ബി.ജെ.പിയിൽ പോയതിൽ തെറ്റ് കാണുന്നില്ല. ആര്? ചാണ്ടി ഉമ്മൻ, ഉമ്മൻചാണ്ടിയുടെ മകൻ. മനസ്സിലായോ? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ അറിയോ? അത് ബി.ജെ.പിയോടാണ്. കരുണാകരനും ആന്റണിക്കും മാത്രമല്ല മക്കളുള്ളത്. ഉമ്മൻചാണ്ടിക്ക് ഒരു മകനുണ്ട്, റെഡി ഫോർ സെയിൽ എന്നാണ്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. തെറ്റ് കാണുന്നില്ല എന്ന്. ഉമ്മൻചാണ്ടിയുടെ മരണത്തിന്റെ ദുഃഖം വിറ്റ് വോട്ടാക്കി മാറ്റി ജയിച്ചു വന്ന് ആ കുടിമാടത്തിന്റെ സ്പന്ദനം നിലച്ചിട്ടില്ല. അതിനു മുമ്പ് പറയാണ് കരുണാകരന്റെയും ആന്റണിയുടെയും മക്കൾ ബി.ജെ.പിയിൽ പോയതിൽ തെറ്റ് കാണുന്നില്ല. കരുണാകരന്റെ മക്കൾക്കും ആന്റണിയുടെ മക്കൾക്കും ബി.ജെ.പിയിൽ പോകാമെങ്കിൽ അവർ പോയത് തെറ്റാണെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ എനിക്ക് തോന്നിയാൽ ഞാൻ ബി.ജെ.പിയിൽ പോകും എന്ന് പറഞ്ഞ പറഞ്ഞ സുധാകരൻ കെ.പി.സി.സി. പ്രസിഡന്റായിട്ടിരിക്കുമ്പോ നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ വിശ്വസിക്കാൻ പറ്റും? ഇപ്പൊ മത്സരിക്കുന്ന ആര് നാളെ പോയില്ലാത്ത ഗ്യാരണ്ടി? മോദിയുടെ ഗ്യാരണ്ടി എന്താണെന്നറിയോ? ഇവിടുന്ന് ജയിക്കുന്ന കോൺഗ്രസ്സുകാരെ പിടിക്കാം എന്നതാണ്. എന്താ ബി.ജെ.പിയിലേക്ക് ഒഴുകേണ്ട കാരണം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാശുള്ള പാർട്ടി ബി.ജെ.പി. കോൺഗ്രസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് ബി.ജെ.പിക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ വരുന്നുണ്ടല്ലോ വിവരങ്ങൾ. ബി.ജെ.പിക്ക് കേരളത്തിൽ 2 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞത് കോൺഗ്രസുകാരെ ലക്ഷ്യമിട്ടാണ്. മേൽക്കുപ്പായം മാറ്റുന്ന ലാഘവത്തോടെയാണ് കോൺഗ്രസുകാർ ബി.ജെ.പിക്കാരായി മാറുന്നതെന്നും എം.പി. രാജേഷ് സൂചിപ്പിച്ചു. 2 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്നറിയോ? കോൺഗ്രസ് ജയിക്കും, ഞങ്ങൾക്ക് കിട്ടും എന്നാണ്. മനസ്സിലായോ? മോദിക്ക് ബി.ജെ.പി. ജയിക്കണമെന്ന് നിർബന്ധമില്ല. കോൺഗ്രസ് ജയിച്ചിട്ടിയാൽ മതി, അവരൊക്കെ വാങ്ങിക്കോളാം. ഉത്തരേന്ത്യയിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ പോകുമ്പോ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ കേരളത്തിലും ഇത് ആവർത്തിക്കുമെന്ന്? കേരളത്തിൽ ആവർത്തിക്കുമെന്ന് വിചാരിച്ചു? ഇപ്പൊ ഉത്തരേന്ത്യൻ നേതാക്കളെക്കാൾ ഉത്സാഹത്തിലല്ലേ കേരളത്തിൽ നിന്ന് പോകുന്നത്? ഉപായം മാറ്റുന്ന ലാഘവത്തിൽ കോൺഗ്രസ് ഉപേക്ഷിച്ച് ബി.ജെ.പി. ആവുന്നവരാണ് കോൺഗ്രസുകാർ. കൊടിക്കുന്ന് ബാങ്ക് കൊട്ടൂരത്തിൽ വെച്ചാണ് പരുതൂർ ലോക്കൽ തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഇ.ടി. ഐദ്രോസ് കൺവെൻഷനിൽ അധ്യക്ഷനായിരുന്നു. ലോക്കൽ സെക്രട്ടറി പി.കെ. ചെല്ലിക്കുട്ടി, കെ.പി. ശ്രീനിവാസൻ, സി.കെ. മാടമ്പി, ടി. സുധാകരൻ, കെ.സി. അലി ഇക്ബാൽ, വി.പി. ഹരിനാരായണൻ, പി. സുധീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇ.ടി. ഐദ്രോസ് ചെയർമാനും പി.കെ. ചെല്ലിക്കുട്ടി കൺവീനറുമായുള്ള 501 അംഗ കമ്മിറ്റിയും രൂപീകരിച്ചു. ബി.ജെ.പിയെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് കഴിഞ്ഞ 5 വർഷവും കേരളത്തിൽ നിന്നുമുള്ള യു.ഡി.എഫ്. എം.പിമാർ സ്വീകരിച്ചതെന്ന് സി.പി.എം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ്. സ്വരാജ്. കേരളത്തെ ഒറ്റുകൊടുക്കുകയാണ് ഇവർ ചെയ്തതെന്നും എസ്. സ്വരാജ് കുറ്റപ്പെടുത്തി. തൃത്താല ഞാങ്ങാട്ടിരിയിൽ എൽ.ഡി.എഫ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്വരാജ്. ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ നിന്നും നമ്മുടെ നാടിനെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ പാർലമെന്റിലുള്ള എം.പിമാർ അവർ ചോദ്യം ചെയ്യട്ടെ. ഇത് നെറിയേടാണ്, മര്യാദകേടാണ്, കേട്ടകേൾവിയില്ലാത്തതാണ്. ലോകത്തു നിന്നാകെ കിട്ടിയ സഹായം, കിട്ടുമായിരുന്ന സഹായം നിങ്ങൾ മുടക്കിയ ശേഷം നിങ്ങൾ കൊടുത്ത അരിക്ക് പലിശ സഹിതം കണക്ക് പറഞ്ഞ് കാശ് ഈടാക്കുന്നു. ഇത് മനുഷ്യത്വരഹിതമാണ് എന്ന് പറയണ്ടേ? ശക്തമായി പ്രതിഷേധിക്കണം. കേരളത്തിൽ നിന്നും ജയിച്ചു പോയ 18 എം.പിമാർ ഒരക്ഷരം ബി.ജെ.പിയെ പിന്തുണച്ചു. കഴിഞ്ഞ 5 കൊല്ലവും നമ്മുടെ നാടിന് വേണ്ടി, കേരളത്തിന് വേണ്ടി, മലയാളിക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്താൻ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ 18 എം.പിമാരും തയ്യാറായില്ല. പിന്നെ ബാക്കി 2 ആളുകൾ. ആ 2 പേരാണ് കേരളത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. പക്ഷെ ഈ 18 പേരും കൂടി ഉണ്ടെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി?
വേണ്ടി പാർലമെന്റിൽ മുഴങ്ങുവാൻ അതുണ്ടായില്ല. നമ്മുടെ നാട് അനാഥമാക്കപ്പെട്ട 5 കൊല്ലം, കേരളത്തിന് വേണ്ടി ചോദിക്കാനും പറയാനും ആളില്ലാതെ പോയ 5 കൊല്ലം, കേരളത്തിനെതിരായ നിലപാട് സ്വീകരിച്ച, കേരളത്തെ തകർക്കാൻ സർവശക്തിയും ഉപയോഗിച്ച കേന്ദ്ര BJP ഭരണത്തിന് പിന്തുണയായി കേരളത്തിലെ UDF നിശബ്ദമായി പിന്തുണച്ചു കേരളത്തെ ഒറ്റുപോകും. ആ വഞ്ചനയ്ക്ക് മറുപടി പറയേണ്ട ഒരു സന്ദർഭമാണ്. LDF ഞാങ്ങാട്രി ലോക്കൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷനും ലോക്കൽ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നടന്നു. CPM സംസ്ഥാന സെക്രട്ടറി അംഗം M. സ്വരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം V. അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം TK നാരായണദാസ്, ഏരിയ കമ്മിറ്റി അംഗം MK പ്രദീപ്, M. ഉമാശങ്കർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. 501 അംഗ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു. ചെയർമാനായി TK നാരായണദാസിനെയും കൺവീനറായി M. ഉമാശങ്കറിനെയും തിരഞ്ഞെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി താലൂക്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. തഹസിൽദാർ TG ബിന്ദുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം പട്ടാമ്പി താലൂക്കിൽ ചേർന്നത്. തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, വോട്ടർമാർക്ക് ഒരുക്കി നൽകേണ്ട സഹായങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു യോഗം. പ്രചരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ പാലിക്കേണ്ട നിയമപരമായ സംവിധാനങ്ങൾ, തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങൾ ഉൾപ്പെടെ അധികൃതർ വിശദീകരിച്ചു. ഓക്സിലറി ബൂത്തുകൾ ഇനിയും കൂടാനുള്ള ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. കാരണം ഫോം നമ്പർ 6 ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 ചെയ്യുമ്പോൾ കൂടുതൽ 18 വയസ്സായ വോട്ടർമാരുടെ അപേക്ഷകൾ ഇനിയും അപ്രൂവ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കണം 1500 കൂടുതൽ. നമ്മൾ സാധ്യതാ ലിസ്റ്റായിട്ട് എടുക്കുന്നത് 1470 കൂടുതൽ വരുന്ന ഓക്സിലറി ബൂത്തുകളുടെ ഒരു കണക്ക് കൂടി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് കൂടി നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ചിലപ്പോൾ ആ 6 വരുന്നത് അതിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ 1500 മുകളിലുള്ളത് ഉറപ്പായിട്ടും ഓക്സിലറി വരുന്നതാണ്. അപ്പോൾ 1470 എന്ന് പറഞ്ഞാൽ ഈ ഫോം 2000-ഓളം ഫോമുകളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ആ ഫോം പ്രോസസ്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതും ഓക്സിലറി ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമുക്ക് ഈ യോഗത്തിൽ ഡിസ്കസ് ചെയ്യാം. പിന്നൊരു കാര്യം NCCയുടെ കാര്യമാണ്. NCCക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സ്റ്റേറ്റ് ലെവൽ മാസ്റ്റർ ട്രെയിനറായിട്ടുള്ള തഹസിൽദാർ TG ബിന്ദു അധ്യക്ഷത വഹിച്ചു. ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസിൽദാർ സയ്യിദ് മുഹമ്മദ്, ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ ജോബി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കറക്ഷൻ അത് നടക്കില്ല. അതുപോലെ ഒരു PWD ഉണ്ട്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായ ഹോട്ടലിനെ ഫ്ലാഗ് ചെയ്യാനോ അൺഫ്ലാഗ് ചെയ്യാനോ ഇനി കഴിയില്ല. അതുപോലെ നഷ്ടപ്പെട്ട കാർഡുമാരും പുതിയ കാർഡിന് അപേക്ഷിക്കുന്നത് വരുമല്ലോ, റീപ്ലേസ്മെൻറ്റ് അറിയാം 8 റീപ്ലേസ്മെൻറ്റ് അതും ഇനി നടക്കില്ല. അതൊക്കെ 16-ാം തീയതി തീർന്നു. നമ്മുടെ ഈ പ്രശ്നോട്ട് വന്നോടെ അവർക്ക് തീർന്നു. പക്ഷെ നമുക്ക് നടത്താൻ പറ്റുന്നത് ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി BLO ഫീൽഡിലുണ്ടാവും. അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താലൂക്ക് ഓഫീസിലെ സ്റ്റാഫ് 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ 3 കാര്യങ്ങൾ കിട്ടാം. അത് പ്രവാസികൾ വോട്ട് ഇവിടെ വരണം. പട്ടികയിലെ അവസാനത്തെ സഭയിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ പുതിയ ആംബുലൻസ് എത്തിയ സന്തോഷത്തിലാണ് ഗ്രാമവാസികളും പഞ്ചായത്ത് ഭരണസമിതിയും. ഇനി മുതൽ 24 മണിക്കൂറും ആംബുലൻസിന്റെ സേവനം ലഭ്യമാകും. 2023-24 പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിന്റെ തനതു ഫണ്ടായ 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ ആംബുലൻസ് വാങ്ങിയിരിക്കുന്നത്. 20 വർഷമായി ഇവിടെ ആംബുലൻസ് ഉണ്ടെങ്കിലും കേടുവന്നതിനെ തുടർന്ന് 6 മാസത്തോളമായി ജനങ്ങൾ മറ്റ് ആംബുലൻസ് സർവീസുകളെയാണ് ആശ്രയിച്ചിരുന്നത്. ജനങ്ങൾക്കായി 24 മണിക്കൂറും ആംബുലൻസ് സർവീസ് ലഭ്യമാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, സെക്രട്ടറി NM ഷെരീഫ്, മറ്റു ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ 20 വർഷമായി വള്ളത്തോൾ ഗ്രാമപഞ്ചായത്തിൽ ആംബുലൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 6 മാസം മുമ്പ് പഴയ ആംബുലൻസ് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ 2023-24 വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 20 ലക്ഷം രൂപ ചെലവ് ചെയ്തുകൊണ്ട് പഞ്ചായത്തിന് വേണ്ടി പുതിയ ആംബുലൻസ് ഇന്ന് വാങ്ങിയിരിക്കുകയാണ്. ഈ പഞ്ചായത്തിലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ആശുപത്രിയിൽ പോകുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ആംബുലൻസ് വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്കാണ് ആംബുലൻസിൻ്റെ ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആ പ്രവർത്തനം തുറന്നുകൊണ്ടേയിരിക്കും. പുതിയ ആംബുലൻസ് ലഭിച്ച് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ 2 ദിവസത്തിനകം തന്നെ ആരംഭിക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാർത്തയിലേക്ക്.
മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പെരിങ്ങോട് യൂത്ത് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ലൈബ്രറി അങ്കണത്തിൽ നടന്ന അനുസ്മരണം പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് CP ചിത്രബാനു ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് A സേതുമാധവൻ അധ്യക്ഷനായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രതിനിധി VP ഐദുർ മാസ്റ്റർ, യൂത്ത് ലൈബ്രറി സെക്രട്ടറി K മണികണ്ഠൻ, ജോയിന്റ് സെക്രട്ടറി T രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. തൻ്റെ രചനകളിലൂടെ ടാഗോർ അന്ന് ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമായി. കൽക്കത്തയിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്തിയ കുമാരനാശാൻ നമുക്കറിയാം. SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയായും ആ സംഘടനയെ കൂടുതൽ ജനാധിപത്യവൽക്കരിച്ച് ജനകീയമാക്കി ആധുനിക കാലത്തിനനുസരിച്ച് വികസിപ്പിച്ചെടുക്കുന്ന അതിൻ്റെ സംഘാടകനായും മാറി. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ശ്രീമൂലം പ്രജാസഭയിൽ അവതരിപ്പിച്ച ഒരു ജനപ്രതിനിധി കൂടിയായിരുന്നു കുമാരനാശാൻ എന്ന കാര്യം. വിളയൂർ കളരി ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിച്ചു. കളരി ഭഗവതി പുരസ്കാരം കഥകളി കലാകാരൻ കോട്ടയ്ക്കൽ സുധീറിന് സമ്മാനിച്ചു. 24-നാണ് ക്ഷേത്രത്തിലെ ആറാട്ട്. വിളയൂർ കളരിബോധി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഉത്സവാഘോഷത്തിന് കൂറയിട്ടത്. ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു കൂറയിടൽ ചടങ്ങ്. വൈകിട്ട് ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടനം നടന്നു. ക്ഷേത്രം തന്ത്രി രാമൻ പട്ടതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് കളരി ഭഗവതി പുരസ്കാരവും മുൻ ട്രസ്റ്റി കൊച്ചുണ്ണി പെരുമ്പറ നായർ സ്മാരക ക്യാഷ് അവാർഡ് ദാനവും നടന്നു. കഥകളി കലാകാരൻ കോട്ടക്കൽ സുധീറിനാണ് പുരസ്കാരം ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. പുരസ്കാര വിതരണ ചടങ്ങ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ ഉദ്ഘാടനം ചെയ്തു. മുൻ MLA CP മുഹമ്മദ് പുരസ്കാരം സമ്മാനിച്ചു. ചെയർമാൻ പടത്തിൽ പ്രകാശൻ അധ്യക്ഷനായിരുന്നു. എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രദീപ് കുമാർ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് മനോജ്, SP ആമിന, K ഗോവിന്ദൻകുട്ടി, വടക്കേപ്പാട്ട് രാജൻ, K രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കോട്ടക്കൽ സുധീർ മറുപടി പ്രസംഗവും നടത്തി. തുടർന്ന് ചാക്യാർകൂത്തും അരങ്ങേറി. ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടത്തി വരുന്നുണ്ട്. ചൊവ്വാഴ്ച നിറപറ സമർപ്പണവും തുടർന്ന് ദേവി മഹാത്മ്യപാരായണവും വൈകുന്നേരം തിരുവാതിരക്കളിയും അരങ്ങേറും. അക്ഷശ്ലോക സദസ്സ്, നൃത്തനൃത്യങ്ങൾ, പുറപ്പാട് ദിവസം ഐശ്വര്യദീപ സമർപ്പണം തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും. മാർച്ച് 24-നാണ് ക്ഷേത്രത്തിലെ ആറാട്ടുത്സവം. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞി മോർ ഏലിയാസ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 8ാമത് മെൽത്തോദ് ഹായെ 2024 സുവിശേഷ യോഗം സമാപിച്ചു. പാലക്കൽ ഓഡിറ്റോറിയം മോർ ബസേലിയോസ് നഗറിൽ ഞായറാഴ്ച വൈകിട്ട് 6:30 പ്രാർത്ഥനയോടെ യോഗം ആരംഭിച്ചു. ഇടവക വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ ആമുഖ സന്ദേശം നൽകി. സുവിശേഷ യോഗത്തിൽ ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ വചനഘോഷണം നടത്തി. പഴയന്നൂർ സിംഹാസന പള്ളി വികാരി ഫാദർ CV ഗീവർ സമാപന പ്രാർത്ഥനയും നടത്തി. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, മണി ജോയ് എന്നിവർ സംസാരിച്ചു. ഗാനശുശ്രൂഷയും സ്നേഹവിരുന്നുമുണ്ടായി. വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ, കുടുംബ യൂണിറ്റ് ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് ജോസ് വറദു അരിമ്പൂർ, സെക്രട്ടറി മണി ജോയ് ചെറുവത്തൂർ, ജോയിന്റ് സെക്രട്ടറി ആൻജു സജു ചെറുവത്തൂർ, ട്രഷറർ സണ്ണി ചെറിയാൻ അരിമ്പൂർ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.